ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി. ബ്രോങ്കൈറ്റിസ് ബാധിച്ചതിനെ തുടർന്ന് ഫെബ്രുവരി 14 വെള്ളിയാഴ്ചയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. 2 ശ്വാസകോശങ്ങളെയും ബാധിച്ച ന്യൂമോണിയ പാപ്പയുടെ ആരോഗ്യാവസ്ഥ സങ്കീർണമാക്കിയതിനെ തുടർന്ന് ലോകമെങ്ങും പ്രാർത്ഥനകൾ ഉയർന്ന സാഹചര്യത്തിലാണ് ശുഭവാർത്ത പുറത്തുവന്നിരിക്കുന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതിയുണ്ടെന്നും ചില ജോലികൾക്കായി സമയം ചെലവഴിച്ചുവെന്നും വത്തിക്കാൻ പ്രസ് ഓഫീസ് ഫെബ്രുവരി 20 പുറത്തിറക്കിയ പ്രസ്താവനയിൽ അറിയിച്ചു. തലേദിവസം രാത്രി മാർപ്പാപ്പയ്ക്ക് വിശ്രമം കിട്ടിയതായും ചാരുകസേരയിലിരുന്ന് പ്രഭാത ഭക്ഷണം കഴിച്ചതായും വത്തിക്കാൻ അറിയിച്ചിരുന്നു. പരിശുദ്ധ പിതാവിന്റെ ആരോഗ്യാവസ്ഥയിൽ നേരിയ പുരോഗതിയുണ്ട്. അദ്ദേഹത്തിന് പനിയില്ല. ഹീമോഡൈനാമിക് അളവുകൾ മാറ്റമില്ലാതെ തുടരുന്നു. രാവിലെ പാപ്പ പരിശുദ്ധ കുർബാന സ്വീകരിച്ചതായും വത്തിക്കാൻ അറിയിച്ചു. ബ്രോങ്കൈറ്റിസ് ബാധിച്ചതിനെ തുടർന്ന് ഫെബ്രുവരി 14 വെള്ളിയാഴ്ചയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയെ റോമിലെ അഗസ്റ്റീനോ ജെമല്ലി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. തുടർന്ന് അദ്ദേഹത്തിന് 2 ശ്വാസകോശങ്ങളിലും ന്യൂമോണിയ ഉണ്ടെന്ന് കണ്ടെത്തുകയും തദാനുസരണം ആശുപത്രിയിലെ ചികിത്സകൾ ദീർഘിപ്പിക്കുകയുമായിരുന്നു. അതേസമയം പാപ്പയ്ക്ക് ഫോക്കൽ ന്യൂമോണിയയാണെന്നും ഇത് ശ്വാസകോശങ്ങളിലെ അണുബാധ പരിമിതമായ ഇടങ്ങളിലാണെന്നും ശ്വാസകോശങ്ങളെ മുഴുവനായും ബാധിച്ചിട്ടില്ലെന്നും പാപ്പ സ്വയമേവ ശ്വസിക്കുന്നുവെന്നും ഹോളി സീ പ്രസ് ഓഫീസിന്റെ ഡയറക്ടർ മാത്യു ബ്രൂണി വിശദീകരിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്.